ഗ്രേസ് ആൻഡ് ജോയ്. അന്നക്കുട്ടിയുടെ അമ്മയുടെ മരണശേഷം സഹോദരിയായ അന്നമ്മയുടെ സംരക്ഷണത്തിൽ മുട്ടിച്ചിറയിലായിരുന്നു അവൾ വളർന്നത്. ഏതാണ്ട് 4 വയസ്സ് വരെ അന്നക്കുട്ടി നാനാതര രോഗങ്ങൾക്ക് വിധേയായിരുന്നു. അങ്ങനെ നന്നേ ചെറുപ്പം മുതൽ വേദന സഹിക്കാൻ അവൾ അഭ്യസിച്ചു. വൃദ്ധയായ വല്യമ്മച്ചി അവൾക്ക് ചെറുപ്പം മുതൽ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പുണ്യസമൃദ്ധമായ ജീവിത കഥയായിരുന്നു അവർ പലപ്പോഴും ആവർത്തിച്ചിരുന്നത്. ആർപ്പൂക്കര തൊണ്ണൻകുഴി സർക്കാർ സ്കൂളിലായിരുന്നു അന്നക്കുട്ടിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത്. ഭക്തിയുടെയും ദൈവസ്നേഹത്തിന്റെയും വഴിയിൽ വളർന്ന അവൾ 1917 നവംബർ 27-ാം തീയതി തന്റെ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ശനിയാഴ്ചകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു പതിവ് അവൾ അന്ന് ആരംഭിച്ചു. അത് പിന്നീട് ഒരിക്കലും മുടക്കിയില്ല. കൂട്ടുകാരെ, നമുക്കും ഇതുപോലെ ശനിയാഴ്ചകളിൽ വീട്ടിൽ മടിപിടിച്ചിരിക്കാതെ പള്ളിയിലൊക്കെ പോയി വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് വിശുദ്ധരായി വളരാം.